KSRTC-യിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുമ്പോൾ അത് ജനങ്ങളെ കൂടുതൽ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ട് നേടുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രഖ്യാപനം, അങ്ങനെ മാത്രം അതിനെ വിലയിരുത്തിയാൽ മതിയോ? പോരാ എന്നാണ് ഈ മേഖലയിൽ നിന്നുള്ള നിരീക്ഷകർ പറയുന്നത്. അതിനവർ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അവിടെ സ്ത്രീ പുരുഷ സൗഹൃദമായാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ഇപ്പോഴും ഒരു പുരുഷ മേൽക്കൈ ഉള്ള ഒരു ജനവിഭാഗമാണ് നമ്മുടെ രാജ്യത്ത് അധികവും. പൊതുസമൂഹത്തിൽ ഒരു പുരുഷ കേന്ദ്രീകൃതമാകുന്ന പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നടക്കുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് കൃത്യമായി സംവരണം ഏർപ്പെടുത്തേണ്ടതായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വനിതാ സംവരണ ബിൽ നമ്മുടെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കുറഞ്ഞത് 1/3 സ്ത്രീകൾ എങ്കിലും നമ്മുടെ പാർലമെൻറ്റിലും ഭരണ സംവിധാനങ്ങളിലും വേണം എന്ന് വാദിക്കേണ്ടതായി വരുന്നത്. ഇപ്പോൾ തന്നെ തൊഴിലുറപ്പ് പദ്ധതികൾ അല്ലെങ്കിൽ കുടുംബശ്രീ പോലെയുള്ള പദ്ധതികളൊക്കെ കൂടുതൽ സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനം കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ള ഒന്നായി വേണം ഈ പൊതുഗതാഗത സംവിധാനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അതിന് വിലയിരുത്താൻ. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ഈ സ്ത്രീകൾക്ക് എങ്ങനെയാണ് നേട്ടമുണ്ടാകുന്നത്, പൊതുഗതാഗതത്തിൽ വനിതകൾക്ക് കൂടുതൽ ഇടം നൽകുമ്പോൾ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഡേറ്റയുണ്ടല്ലോ, അതായത് കേരളത്തിൽ ഒരു ദിവസം 23.5 ലക്ഷം ആളുകൾ KSRTC-യിൽ യാത്ര ചെയ്യുന്നു. ആ 23.5 ലക്ഷം ആളുകളിൽ 45% ആണ് സ്ത്രീകൾ, ബാക്കി പുരുഷന്മാർ ആണ് എന്നതാണ്. എന്നാൽ സൗജന്യ യാത്രയിലേക്ക് വരുമ്പോൾ അത് 55% ഉയർന്നേക്കും എന്നതാണ്. ഒരു പക്ഷേ ഈ 55% ഉയരുമ്പോൾ അതിൽ ഒരു വിഭാഗം ഈ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരുമായിരിക്കാം. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ സ്ത്രീകൾ കൂടുതലായി പുറത്തേക്കിറങ്ങാൻ, പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തൽപരരാകും എന്നതാണ് ഈ കണക്കുകൾ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ പോലും കൂടുതൽ പുരുഷന്മാർ പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇനി കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്കിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പൊതു ഇടങ്ങളിലെ സ്ത്രീകളുടെ സാന്നിധ്യം ഈ യാത്രാ സൗജന്യത്തിലൂടെ വർദ്ധിക്കും എന്നാണ് ഈ മേഖലകളിൽ ഉള്ള ആളുകൾ നിരീക്ഷിക്കുന്നത്. അങ്ങനെ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, സ്ത്രീ സുരക്ഷ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പോഴും അസമയം എന്നൊരു സമയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എങ്കിൽ പോലും സന്ധ്യ കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ ഒന്നും പറ്റാത്ത നാട് തന്നെയാണ് കേരളം. അതിനാണ് നമ്മൾ രാത്രി നടത്തമൊക്കെ നടത്തുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രയോജനം എന്നത് കൂടുതൽ സ്ത്രീകൾ കൂടുതൽ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവരിൽ അവരുടേതായ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകും. കാരണം ചുറ്റും സ്ത്രീകൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഞാനിത് പറയുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകാം, പക്ഷേ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അമ്മമാർക്കൊക്കെ പൊതുവിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഒരു പങ്കവിടെ കണ്ടാൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകും. ആരും സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ എന്നല്ല, പൊതുവിൽ ആ ഒരു വിഭാഗത്തിന് കൂടുതൽ ആത്മവിശ്വാസമുണ്ടാകും, അവർക്കൊരു സ്വതന്ത്ര ചിന്തയുണ്ടാകും, അവർക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാകും. അപ്പോൾ കേരളത്തിലെ നിരവധിയായ വനിതാ നവോത്ഥാനങ്ങൾ പോലെ തന്നെ ചേർത്ത് വയ്ക്കപ്പെടാവുന്ന ഒന്നായി കൂടുതൽ സ്ത്രീകൾ പൊതുവിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മാറ്റമുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരുമായി സംവദിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ടാണ്. ഞങ്ങളുടെ സെൻട്രൽ സ്റ്റുഡിയോ തിരുവനന്തപുരത്താണ്. ഇവിടെ തന്നെ തൊട്ടടുത്ത് വേളിയും ശംഖുമുഖവും ഒക്കെ പോലെയുള്ള ചെറിയ ടൂറിസം സ്പോട്ടുകളുണ്ട്. വളരെ ദൂരെ നിന്ന് അടക്കം ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരംകാർ ആയിട്ടുള്ള തിരുവനന്തപുരത്തെ വീട്ടമ്മമാർ, അവിടുത്തെ സ്ത്രീകൾ എത്ര പേർ ഇത്തരം ഇടങ്ങളിലൊക്കെ പോകാറുണ്ട് എന്നതിൽ സംശയമാണ്. എപ്പോൾ ഇതാ കൂടുതൽ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ, പൊതുവിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ അടക്കം സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നു എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു പക്ഷേ ഒരു പ്രദേശത്തെ തന്നെ ടൂറിസം ഇടങ്ങളിലേക്ക് കുറച്ച് ശാന്തമായി, മാനസികമായി കുറച്ചൊക്കെ ഉല്ലാസം തേടാൻ, അല്ലെങ്കിൽ സ്വസ്ഥമായി ഒരല്പസമയം ചെലവഴിക്കാൻ കുടുംബത്തോടൊപ്പമാകാം, സുഹൃത്തുക്കളോടൊപ്പമാകാം, ആരുടെയും ഒപ്പമാകട്ടെ, അങ്ങനെയൊക്കെ സ്ത്രീകൾ അധികമായി ഇത്തരം ഇടങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യത. കാരണം നമുക്കറിയാം, അതിനുവേണ്ടി വരുന്നൊരു ചെലവുണ്ട്. ആ ചെലവ് വണ്ടിക്കൂലി എന്നതാണ്.
അങ്ങനെയുള്ള വണ്ടിക്കൂലി നൽകേണ്ടതില്ല, എങ്കിൽ പിന്നെ അവിടേക്കൊക്കെ പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും എന്നാണ് ഈ മേഖലയിൽ ഉള്ളവർ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പോയാൽ സ്വാഭാവികമായും വിനോദസഞ്ചാര മേഖലയിലൊക്കെ, പ്രാദേശിക വിനോദസഞ്ചാര മേഖല, ഇവിടെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഈ സൗജന്യം ലഭിക്കുമ്പോൾ ദീർഘദൂര സർവീസുകൾക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ നഗര കേന്ദ്രീകൃതമായിട്ടോ ഒരു നിശ്ചിത ദൂരപരിധിയിലോ ഒക്കെ സൗജന്യം ലഭിച്ചാൽ പോലും ഇത്തരം സാധ്യതകൾ ഉണ്ട് എന്നതാണ് ഈ മേഖലയിൽ നിന്ന് ഉള്ള ആളുകളുടെ പ്രതികരണമായി പുറത്തു വരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് സ്ത്രീകളുടെ സമ്പാദ്യം വർദ്ധിക്കും എന്നതാണ്. സ്വാഭാവികമായി നമുക്കറിയാം, പല ആളുകളും ഇപ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ പല വീടുകളുടെയും നെടുന്തൂൺ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. അവർ ജോലിക്ക് പോവുകയും അവരൊരു നിശ്ചിത വരുമാനം നേടുകയും ആ വരുമാനം കൂടി കുടുംബ ആവശ്യങ്ങൾക്കും മറ്റ് വ്യക്തി ആവശ്യങ്ങൾക്കും കുട്ടികളുടെ പഠന ചെലവിന് ഒക്കെയായി ചെലവഴിക്കുന്ന നിരവധിയായ സ്ത്രീകൾ ഇന്ന് കേരളത്തിൽ ഉണ്ട്. അപ്പോൾ അവരുടെ വരുമാനം എത്രയും ആയിക്കൊള്ളട്ടെ, ആ വരുമാനത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പുറത്തു പോകുമ്പോൾ അവർ പൊതുഗതാഗതമാണ് പ്രയോജനപ്പെടുത്തുന്നത് എങ്കിൽ അതിനൊരു നിശ്ചിതമായ തുക ചെലവഴിക്കേണ്ടതായി വരും. ആ തുക ഇനി അവർക്ക് ലാഭിക്കാം എന്നുള്ളതാണ്. അതൊരു പക്ഷേ ചെറിയ തുകയാകാം. ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്ന, തൊഴിലിടത്ത് പോകുന്ന ഒരു സ്ത്രീ, അവർക്ക് ഒരു ദിവസത്തെ കൂലി എന്നത് ഒരു പക്ഷേ പോകുന്നതിനും തിരിച്ചു വരുന്നതിനുമൊക്കെ കേവലം 50 രൂപയായിരിക്കാം അവരുടെ ഒരു ദിവസത്തെ ചെലവ്. പക്ഷേ ഒരു മാസം അങ്ങനെ പോയി വരുമ്പോൾ അതൊരു തുകയായി മാറുന്നു എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അടക്കം അവരുടെ സമ്പാദ്യം വർദ്ധിക്കുകയും ആ സമ്പാദ്യം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്യാം എന്നതാണ്. അപ്പോൾ അവരുടെ ഒരു കരുതൽ വരുമാനം അല്ലെങ്കിൽ സമ്പാദ്യം എന്നത് ഉയരും എന്നതാണ് ഈ സൗജന്യ യാത്രയുടെ മറ്റൊരു ഗുണവശം എന്നതാണ്. ഇനി അതിനൊക്കെ ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ ഇടങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കും. ഇപ്പോൾ തന്നെ നിരവധിയായ സ്ത്രീകൾ പല ജോലിയും ചെയ്യാൻ മടി കാണിക്കുന്നത് ഒരു പക്ഷേ അവർ താമസിക്കുന്ന ഇടത്ത് നിന്ന് ദീർഘദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്, അല്പദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അകലെയുള്ള ഒരു ജോലി തിരഞ്ഞെടുക്കാത്ത നിരവധിയായ സ്ത്രീകൾ ഉണ്ട്. അവരിൽ ഒരു കാരണം എന്നത് നമ്മൾ പോലും, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാകാം. നമ്മുടെ സഹോദരിമാരോ അമ്മമാരോ ഒക്കെ അവിടെ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത്രയും രൂപ ഞാൻ വണ്ടിക്കൂലിയായി തന്നെ മുടക്കണം, പിന്നെ ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, പിന്നെ മിച്ചം വയ്ക്കാൻ ഒന്നും ഉണ്ടാകില്ല എന്ന് പരിഭവപ്പെടുന്ന നിരവധിയായ സ്ത്രീകളുണ്ടാകും. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൂടി ഈ സൗജന്യ യാത്ര ഗുണകരമാകും. കാരണം അവർക്ക് ഒരല്പം ദൂരത്തേക്ക് പോയാൽ പോലും അങ്ങനെ സൗജന്യം ലഭിക്കുകയാണ് എങ്കിൽ അവർക്ക് ഈ ദീർഘദൂര യാത്രകൾ, അതിനെ വലിയ യാത്രകൾ എന്നല്ല, ഒരു ദിവസം യാത്ര ചെയ്ത് ജോലിക്ക് പോയി വരാവുന്ന ഇടങ്ങളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിച്ചാൽ അത്തരം തൊഴിൽ സ്വീകരിക്കാൻ സ്ത്രീകളിൽ വലിയൊരു ശതമാനവും തയ്യാറാകും. കാരണം ആ തുക അവർക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഒരു മിച്ചം വയ്ക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ തൊഴിൽ ഇടങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകൾ എത്തുമ്പോൾ അവർക്ക് തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കും. അവിടെയും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തീർച്ചയായും കൂടുതൽ സ്ത്രീകൾ കടന്നു വരുമ്പോൾ അവിടെ ആ തൊഴിൽ മേഖലയ്ക്ക് മെച്ചമുണ്ടാകും. കൂടുതൽ സ്ത്രീകൾ ആ തൊഴിൽ മേഖലയുടെ ഭാഗമാകും. അവർക്ക് കൂടുതൽ സുരക്ഷിത ബോധവും സ്വാതന്ത്ര്യവുമൊക്കെ ഉണ്ടാകും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രഖ്യാപനത്തെ, അതായത് KSRTCയിൽ സൗജന്യ യാത്ര നൽകുക എന്നത് ജനങ്ങൾക്ക് വലിയ നികുതി ഭാരമാണ്, KSRTC തകർന്ന് തരിപ്പണമായി പോയേക്കാം എന്നൊക്കെ ഉള്ള നിരീക്ഷണങ്ങളുണ്ട്. പക്ഷേ ഒരു സർക്കാരിന് ഇച്ഛാശക്തിയോടെ ആർജവത്തോടെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഇതിനെല്ലാം സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതിനുള്ള മാർഗങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ട്. അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. തീർച്ചയായും ഈ പ്രവൃത്തി, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് അവർക്ക് ഗുണകരമാകുന്നു എങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. സൗജന്യങ്ങൾ നൽകുകയല്ല, മറിച്ച് കൂടുതൽ പ്രാപ്തരാകാൻ, അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ഇങ്ങനെ പണം മുടക്കി പ്രാപ്തരാകാൻ സജ്ജമാക്കുകയാണ് ചെയ്യേണ്ടത് എന്ന മറുനിരീക്ഷണം കൂടിയുണ്ട്. ആ നിരീക്ഷണത്തെ നമ്മൾ തള്ളിക്കളയുകയല്ല. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് കൂടുതൽ സ്ത്രീകളെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്, അവരെ കൂടുതൽ പൊതുവിടങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് അനിവാര്യത എന്നതാണ് എടുത്തു പറയേണ്ടത്.